ഹലോ എവ്രി വൺ വെൽക്കം ടു ASLP മോം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഫാദേഴ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റ് എത്രത്തോളം ക്രിട്ടിക്കൽ ആണ് കുട്ടിയുടെ അത് ലാംഗ്വേജ് ആയിക്കോട്ടെ, ഇമോഷണൽ ആയിക്കോട്ടെ, മറ്റ് ഡെവലപ്മെൻറ്റ്സ് ആയിക്കോട്ടെ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഫാദറിൻ്റെ ഇൻവോൾവ്മെൻറ്റ് കുട്ടീൻ്റെ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിനെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നോക്കാം. പക്ഷേ ഈ ഒരു ടോപ്പിക്കിൽ അധികം റിസർച്ചസ് ഒന്നും നടന്നിട്ടില്ല. പക്ഷേ നടത്തിയ റിസർച്ചസിലെല്ലാം തന്നെ കാണിച്ചിരിക്കുന്നത് ഫാദർ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് മദർ യൂസ് ചെയ്യുന്ന ലാംഗ്വേജിനേക്കാളും കുറച്ചും കൂടിയും ഹയർ ലെവൽ ഓഫ് വൊക്കാബുലറി കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ടാകും. അതായത് കുറച്ചും കൂടിയും അമ്മ യൂസ് ചെയ്യുന്നത് കുറച്ചും കൂടി സിമ്പിൾ വേർഡ്സ് ആണെങ്കിൽ ഫാദർ കുറച്ചും കൂടി കട്ടിയുള്ള വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ അമ്മ കുറച്ചും കൂടി യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അച്ഛൻ കുറച്ചും കൂടി WH ക്വസ്റ്റ്യൻസ്, എന്താ, എവിടെയാ, എങ്ങനെയാ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾ അച്ഛൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടിയും ഹയർ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നു എന്നതാണ് അമ്മയെക്കാളും. അതുപോലെ അച്ഛന്മാരുടെ കമ്മ്യൂണിക്കേഷൻ രീതി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഡയറക്റ്റ് അപ്രോച്ച് ആയിരിക്കും, അതായത് നേരിട്ട് കാര്യങ്ങൾ പറയാം. പക്ഷേ അമ്മയുടെ ഒരു രീതി എന്ന് പറയുന്നത് കുറച്ചും കൂടി റിക്വസ്റ്റിംഗ് ആൻഡ് പ്ലീസിങ് ആൻഡ് അങ്ങനത്തെ ഒരു കംഫർട്ടിംഗ് രീതിയിലായിരിക്കും അമ്മയുടെ കമ്മ്യൂണിക്കേഷൻ വരുന്നത്. ഇത് മാത്രമല്ല, കുട്ടിയുമായി നല്ല പോസിറ്റീവായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയും കളിക്കുകയും ചെയ്യുന്ന ഒരു ഫാദർ ചൈൽഡ് ഇൻട്രാക്ഷൻ ഉണ്ടെങ്കിൽ അത്തരം കുട്ടികൾക്ക് കുറച്ചും കൂടി സ്കൂളിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും, കുറച്ചും കൂടി ഇമോഷണലി നല്ല കോൺഫിഡൻ്റ് ആയിരിക്കും, നല്ല സോഷ്യൽ ഇൻട്രാക്ഷൻസ് ഉണ്ടാക്കാൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാ അച്ഛന്മാർക്കും അയച്ചു കൊടുക്കാം കേട്ടോ.